മക്കളെ ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്താ വന്നേക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാണും. വളരെ ചെറിയ സമയം കൊണ്ട് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് തരാം. ഒന്നാമത്തെ ഡൗട്ട് ഇതാണ്, എന്താണ് RRB ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ? വെറും 10ാം ക്ലാസ് പാസ് ആണ് RRB ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 14 പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ്? 10th പാസ് തന്നെയാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഒരു തടസ്സമാകുന്നില്ല. രണ്ട്, ഏജ് ലിമിറ്റ് എന്താണ്? ഇപ്പോ കോവിഡ് കാരണം 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് അടുത്ത ഡൗട്ട് ഇതായിരിക്കും, മലയാളത്തിലും എക്സാം എഴുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മലയാളത്തിലും എക്സാം എഴുതാൻ സാധിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സാം ലാംഗ്വേജ് ഏത് ചൂസ് ചെയ്താൽ മതി? മലയാളം ചൂസ് ചെയ്താൽ മതി. എക്സാം സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻ മാറി ഇംഗ്ലീഷിലേക്ക് മാറണമെങ്കിലും അവിടെ ഓപ്ഷൻ ഉണ്ട്, ബുദ്ധിമുട്ട് വരുന്നില്ല. നെക്സ്റ്റ് അടുത്ത ഡൗട്ട് ഇതായിരിക്കും, വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പൊ വന്ന 14 പോസ്റ്റുകളിലും വനിതകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഹൈറ്റോ വെയിറ്റോ ഒന്നും ഒരു നിർബന്ധമില്ല. അത് എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യും, ഒരു തടസ്സമാകുന്നില്ല. നെക്സ്റ്റ് അടുത്ത് വരുന്ന ഡൗട്ട് ഇതായിരിക്കും, കേരളത്തിൽ തന്നെ ജോലി കിട്ടുമോ? തീർച്ചയായിട്ടും കേരളത്തിലും നിങ്ങൾക്ക് ജോലി കിട്ടും. അതായത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 മെയിലാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലും ജോലി കിട്ടും. അപ്പൊ അല്ല എങ്കിലും നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് താഴെയാണ്, അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാം. ഇനി ചില പോസ്റ്റുകളിൽ പ്രൊഡക്ഷൻ തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതിന്റെ പ്രൊമോഷൻ ചാൻസ് എങ്ങനെയാണ്? നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാം. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? മെയിനിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പ് ഡിയുടെ നിങ്ങളുടെ പ്രധാന ഡൗട്ട്സ് എന്ത് ചെയ്യുന്നത് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അപ്ലൈ ചെയ്തേക്കാം, എന്നിട്ട് അടിപൊളിയായിട്ടൊന്ന് പഠിച്ചു തുടങ്ങാം. ജോലി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിനായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു സൂപ്പർ ബാച്ച് ഗ്രൂപ്പ് ഡിക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ദെൻ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റ് റെഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബാച്ചിൽ കിട്ടും. അതായത് നിങ്ങളുടെ ജോലിക്കായി മനുഷ്യ സാധ്യമായതെല്ലാം നമ്മുടെ ബാച്ചിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025 തന്നെ നിങ്ങൾ സർവീസിൽ കയറും.